ചേച്ചി ഞാൻ വിളമ്പോ. ഏയ് വേണ്ട വേണ്ട, നീ അവിടെ ഇരുന്നേ. ഇന്ന് നിങ്ങൾ എല്ലാരും ഞങ്ങളുടെ ഗസ്റ്റാ. ഗസ്റ്റിനെ കൊണ്ടാണോ വിളമ്പിക്കുന്നേ? നമുക്ക് കൂട്ടിരുന്നാലോ? ഇവര് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇരുന്നാ മതിയെന്ന് അച്ഛൻ പറഞ്ഞത്. അത് നമ്മളും കൂട്ടിരുന്ന എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. വൈരിക്കാം. അത് അച്ഛനോട് ചോദിക്കാം. അച്ഛാ, അച്ഛാ ചേട്ടൻ ചോദിക്കുന്നു ചേട്ടനോട് കഴിക്കാൻ ഇരുന്നോട്ടെ എന്ന്. എന്താടാ നിനക്കിപ്പോ ഉണ്ടായിരിക്കണോ? വേണ്ട വേണ്ട, നമുക്ക് സാവകാശം ഇരുന്ന പോരെ. ശശിയേട്ടാ, പിള്ളേരും കൂടെ ഇരുന്നോട്ടെ. സ്ഥലമില്ലെങ്കിൽ പാവിരിച്ചിട്ട് എല്ലാവർക്കും കൂടെ നിലത്തിരിക്കാം. അതൊന്നും വേണ്ട. ആദ്യം അതിഥികൾക്ക് കൊടുത്തിട്ട് വീട്ടിലുള്ളവർ കഴിച്ചാൽ മതി. അതെ, അതാണ് വേണ്ടത്. നീയേ വെറുതെ നിൽക്കുന്നോണ്ടാ ആഹാരം കഴിക്കാൻ തോന്നുന്നേ. നീ വന്നാ ചോറ് വിളമ്പിക്കേ. വാ വാ, ഇവിടെ വാടാ. കുറച്ച് മതി. ഇത് കൊണ്ടുപോയി വിളമ്പ്. നമ്പോലിന് പണി കിട്ടി. മര്യാദയ്ക്ക് കിട്ടി. എടാ നോക്കി നിൽക്കുന്ന ചോറ് വിളമ്പടാ. ഇവന്റെ ഒരു കാര്യം. ചോറിടിവിടെ. എടുത്തേട്ടാ. മതിയോ? കുഞ്ഞി, പാറുവിന്റെ അമ്മ വിളമ്പി തരുന്നത് പോലെ വേണം കുറച്ച്. രണ്ടാളും ഈ വിരുന്നുണ്ടത്. അമ്മയെ കുറിച്ച് പറഞ്ഞപ്പോ പാറുവിന് വിഷമായെന്ന് തോന്നുന്നല്ലോ. ഈ സങ്കടമൊക്കെ മാറും മോളെ. നിങ്ങൾക്കൊരു കുട്ടിയാവട്ടെ. അപ്പോ പാപ്പയുടെ ഈ ദേഷ്യമൊക്കെ തണുക്കും. കുഞ്ഞിന്റെ മുഖം കാണുമ്പോ എല്ലാം മറന്ന് പപ്പയുടെ തുറന്ന മനസ്സോടെ നിങ്ങൾ സ്വീകരിക്കും. പറഞ്ഞത് കേട്ടല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിക്കാല് കാണാൻ നോക്കണം രണ്ടുപേരും, കേട്ടോ? ഇങ്ങനെ പരസ്പരം നോക്കിയിരിക്കാതെ രണ്ടാളും കഴിച്ചേ. എനിക്ക് മീൻ വെക്കട്ടെ? മീൻ വേണോ മോളെ? വേണ്ട. ആറ് കഴിക്കും.